സരസ്വതി ദേവിയുടെ നഗ്നചിത്രം വരച്ച് നാട് മുഴുവൻ പ്രദർശിപ്പിച്ചപ്പോൾ അതിനെ ആവിഷ്കാര സ്വാതന്ത്ര്യമായി കണ്ടാൽ മതി എന്നാണ് പറഞ്ഞത്. കലയും സാഹിത്യവും സിനിമയുമെല്ലാം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഗണത്തിൽപ്പെടുത്തുന്ന ആളുകൾ അവസരം കിട്ടുമ്പോൾ ഈ തരത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ശ്രമിക്കുന്നത്. ഇവിടെ നിരവധി ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് ശക്തമായ തിരിച്ചടി സംസ്ഥാന ഗവൺമെന്റിനുണ്ടായി. വ്യാജ ആവശ്യങ്ങളുമായി, ഇല്ലാത്ത പ്രചാരണങ്ങളുമായി സുപ്രീം കോടതിയെ സമീപിച്ച കേരള ഗവൺമെന്റിന് വലിയ തിരിച്ചടിയാണ്. മുഖ്യമന്ത്രിയുടെയും ധനകാര്യമന്ത്രിയുടെയും മുഖത്തേറ്റ ഏറ്റവും വലിയ അടിയാണ് സുപ്രീം കോടതിയുടെ ആ വിധി. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. ഇപ്പോൾ കേന്ദ്രം തരാനുള്ള കാര്യത്തെപ്പറ്റി മിണ്ടാൻ ധനകാര്യമന്ത്രിക്ക് സാധിക്കുന്നില്ല. പല രാഷ്ട്രീയ വിഷയങ്ങളുണ്ട് കേരളത്തിൽ ചർച്ച ചെയ്യാൻ. വയനാട്ടിൽ മാത്രമല്ല, ആലപ്പുഴയിലും ലീഗിന്റെ കൊടി ഒഴിവാക്കിയെന്നാണ് പറയുന്നത്. ബഡാബായിയുടെ മണ്ഡലത്തിൽ മാത്രമല്ല, ചോട്ടാബായിയുടെ മണ്ഡലത്തിലും ലീഗിന്റെ കൊടി ഒഴിവാക്കിയെന്നാണ് പറയുന്നത്. വല്ലാത്ത സഹതാപമുണ്ട് ലീഗിനോട്. പാവം, വെള്ളം കോരാനും വിറക് വെട്ടാനും ഇവരെയൊക്കെ ജയിപ്പിക്കാനും ലീഗ് വേണം. പക്ഷേ ലീഗിന്റെ കൊടി എവിടെയും കാണിക്കാൻ പറ്റില്ല എന്നൊരു ഗതികേടിലേക്ക് UDF വന്നിരിക്കുക. ലീഗിന്റെ കൊടി കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് കോൺഗ്രസിന്റെ കൊടിയും ഒഴിവാക്കേണ്ട സ്ഥിതി വന്നിരിക്കുക. വർഗീയ ശക്തികളുമായിട്ടുള്ള ധാരണ ഇന്ത്യയിൽ എല്ലായിടത്തും ചർച്ചയാവുന്നതിനെ കോൺഗ്രസ് ഭയപ്പെടുന്നു. അപ്പോ അവർ ഈ വർഗീയ ശക്തികളുമായിട്ട് അങ്ങ് ബന്ധം ഉപേക്ഷിച്ചാൽ പോരെ. ലീഗ് എന്തിനാണ് ഇങ്ങനെ അടിമകളെ പോലെ UDFൽ നിൽക്കുന്നതെന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. വയനാട്ടില് രാഹുൽ ഗാന്ധി ഒരു റാലി നടത്തി. ഞാൻ ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ അതെല്ലാം താഴെ നിന്ന് വന്ന ലീഗുകാരാണ്. വയനാട്ടിലെ കോൺഗ്രസുകാർ വളരെ വളരെ വിരലെണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ. പക്ഷെ ലീഗിനെ ആക്ഷേപിക്കുന്നു എന്നാണ് പറയുന്നത്. ആ വിഷയത്തിൽ ശരിയായ മറുപടിയില്ല. പോപ്പുലർ ഫ്രണ്ടുമായിട്ടുള്ള ബന്ധം ദേശീയ തലത്തിൽ വലിയ ചർച്ചയായപ്പോൾ അതുവരെ ഒന്നും മിണ്ടിയില്ല. പോപ്പുലർ ഫ്രണ്ട് പരസ്യമായി UDFന് പിന്തുണ പ്രഖ്യാപിച്ചിട്ട് 72 മണിക്കൂർ കഴിയേണ്ടി വന്നു. ഞങ്ങൾക്ക് പരസ്യ പിന്തുണ വേണ്ട, രഹസ്യമായി മതി എന്നാണ് പറയുന്നത്. സുധാകരൻ ആദ്യം പറഞ്ഞത് എല്ലാ പിന്തുണയും സ്വീകരിക്കുന്നതാണ്. MM ഹസൻ പറഞ്ഞത് എല്ലാവരുടെ വോട്ടും ഒരുപോലെയാണെന്നാണ്. തൃശൂരിൽ മത്സരിക്കുന്ന K മുരളീധരൻ പറഞ്ഞത് ഞാൻ ആരുടെ വോട്ടും വാങ്ങുന്നതാണ്. എന്നാൽ VD സതീശൻ ഇന്നലെ സംഭവം വിവാദമായപ്പോൾ, ദേശീയ തലത്തിൽ ഇത് വലിയ ചർച്ചയായപ്പോൾ അവര് പരസ്യ പിന്തുണ വേണ്ട, രഹസ്യമായിട്ട് ആര് വോട്ട് ചെയ്താൽ ഇത് രഹസ്യ ബാലറ്റാണെന്നാണ് പുതിയ കണ്ടുപിടുത്തം. രഹസ്യ ബാലറ്റാണെന്നാണ് ഇപ്പോഴാണ് കോൺഗ്രസിന് മനസ്സിലായത്. തെരഞ്ഞെടുപ്പുകളിൽ രഹസ്യ ബാലറ്റാണ്, പരസ്യ ബാലറ്റല്ല എന്നുള്ളത് ഇപ്പോഴാണ് കോൺഗ്രസിന് മനസ്സിലായത്. ആ നിമിഷം കോൺഗ്രസിന് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അത് തിരുത്തി പറയേണ്ടതായിരുന്നു. ഞങ്ങൾക്ക് വേണ്ട എന്ന ആർജവത്തോടുകൂടി പറയേണ്ടതായിരുന്നു. ഇപ്പൊ വേണ്ടണം എന്നാണ് പറയുന്നത്. ആ വിഷയം ചർച്ചയാക്കാൻ UDFനോ LDFനോ താല്പര്യമില്ല. നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ജീവൽ പ്രശ്നങ്ങൾ ചർച്ചയാക്കാൻ താല്പര്യമില്ല. ഉയർന്നു വരുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ചയാക്കാൻ താല്പര്യമില്ല. ഇന്നിപ്പോ ഹൈക്കോടതി രൂക്ഷമായ വിമർശനമാണ് നടത്തിയിരിക്കുന്നത്. സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ എന്തുകൊണ്ട് CBI അന്വേഷണത്തിന് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടും അത് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ചില്ല? അന്വേഷണം വൈകിപ്പിക്കാൻ എന്തുകൊണ്ട് സർക്കാർ ശ്രമിച്ചു? അതും ചോദ്യം മുഖ്യമന്ത്രിയോടാണ്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. ഇപ്പൊ ഏറ്റവും വലിയ ചർച്ചാ വിഷയം കേരള സ്റ്റോറിയാണ്. കേരളത്തിലെ യാഥാർത്ഥ്യങ്ങൾ എന്തിനാണ് സർക്കാർ മറച്ചുവെക്കുന്നത്? IS റിക്രൂട്ട്മെന്റ് നടന്നില്ല എന്ന് ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റുമോ? ഞാൻ വിനയത്തോടെ മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് ആഭ്യന്തരമന്ത്രിയാണല്ലോ. കേരളത്തിൽ IS റിക്രൂട്ട്മെന്റ് നടന്നോ ഇല്ലയോ? എത്രയോ പെൺകുട്ടികൾ ISISലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. പ്രണയവിവാഹമാണെങ്കിൽ എന്തിനാണ് പൊന്നാനി കൊണ്ടുപോകുന്നത്? ഇവിടെ എത്ര പ്രണയവിവാഹങ്ങൾ നടക്കുന്നുണ്ട്. അവരെയൊക്കെ പൊന്നാനി കൊണ്ടുപോയിട്ട് എന്തിനാണ് മതം മാറ്റുന്നത്? മതം മാറ്റിയവരെ എന്തിനാണ് സിറിയയിൽ കൊണ്ടുപോയി ചാക്കൊടുപ്പിച്ച് ആ പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്നത്, വിഷ്വലൈസ് ചെയ്യുന്നത്? നമ്മൾ കണ്ടതല്ലേ ഈ കാര്യങ്ങളെല്ലാം. അപ്പം അതുകൊണ്ട് ഇത്തരം വിവാദ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഇക്കിളിപ്പെടുത്തുന്ന പ്രചാരണം നടത്തി യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിന്ന്, തെരഞ്ഞെടുപ്പിന്റെ വിഷയങ്ങളിൽ നിന്ന് ചർച്ച വഴിതിരിച്ചുവിടാനാണ് മുഖ്യമന്ത്രിയും നിർഭാഗ്യവശാൽ പ്രതിപക്ഷ നേതാവും ശ്രമിക്കുന്നത്. ജനങ്ങൾ ശരിയായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും. രാജ്യത്തെ ഛിന്നഭിന്നമാക്കാൻ ശ്രമിക്കുന്ന ശക്തികളുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ശരിയാണോ?
ഇന്ത്യ വിഭജനത്തിന് കാരണക്കാരായ ഒരു പാർട്ടിയെ, നെഹ്റു ചത്ത കുതിര എന്ന് പറയുന്ന ആക്ഷേപിച്ച ഒരു പാർട്ടിയെ, ആ പാർട്ടിയെ തോളത്തിരുത്തി പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൊടി ഒഴിവാക്കുന്നത് ചർച്ച ചെയ്യാൻ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ എന്തെല്ലാം ഈ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും എന്തെല്ലാം വഴിതിരിച്ചു വിടാനുള്ള ശ്രമങ്ങൾ നടത്തിയാലും യഥാർത്ഥ ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടും.